ഹായ്. രാവിലെ തന്നെ പറഞ്ഞേക്കാലോലൊക്കെ പറഞ്ഞയച്ച് സമാധാനത്തിലൊരു ലഞ്ച് വ്ളോഗ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ്. കുറച്ച് പുഴമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓലെ ഞാൻ ഫ്രീസറിൽ വെച്ചതൊന്ന് തണുപ്പ് പോകാൻ വേണ്ടി പുറത്ത് വെച്ചതാണ്. സമാധിയായ മീനുകളെ ചമ്മന്തിയാക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് സെനിക്കുട്ടന്. അതിൻ്റെ ഇടയ്ക്ക് സാമ്പാറിനുള്ള പരിപ്പൊക്കെ കേകി ഞാൻ കുക്കറിൽ ഇട്ടിക്കണം കേട്ടോ. അങ്ങനെ സമാധിയായ മീനുകളൊക്കെ നുള്ളി പൊറുക്കി ഞാൻ വേഗം അത് നന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അത് മസാല വറ്റി ഫ്രിഡ്ജിക്ക് വെക്കുള്ളൂ ചെയ്യുക. എനിക്ക് ഇന്ന് ഉച്ചക്കൊക്കെ ഇന്നലത്തെ ഉണക്കൽ ബാക്കിയുണ്ട് കേട്ടോ. കാരണം ഈ മീൻ പൊരിച്ച് വെച്ചാൽ ആ ഉണക്കൽ പിന്നെ ആരും കഴിക്കൂല. അപ്പം അതുകൊണ്ട് ഇത് ഞാൻ വല്ല മസാലയൊക്കെ പറ്റി അങ്ങനെ മാറ്റി വെക്കും. എന്നിട്ട് വൈകുന്നേരത്തിന് എല്ലാവരും കെട്ടിയവരും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അത് പൊരിച്ചു കൊടുക്കാണ്ട് ചെയ്യുക. അപ്പം ഞാൻ മസാലയൊക്കെ പുരട്ടിയിട്ട് നമ്മളെ മീനൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കണം. സാമ്പാർ നമുക്ക് ഇപ്പം തന്നെ ഉണ്ടാക്കണം, ഉച്ചക്കൊക്കെ കഴിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചെറുള്ളി അരിഞ്ഞതും തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് എണ്ണയിൽ വഴറ്റിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും പുളിവെള്ളമൊക്കെ ചേർത്ത് സാമ്പാർ സെറ്റാക്കി എടുക്കണം കേട്ടോ. പിന്നെ കുറച്ച് സാമ്പാർ പൊടിയൊക്കെ ഇട്ട് ഒന്ന് വറവിട്ടെടുത്താൽ പച്ചക്കറികളൊന്നുമില്ലെങ്കിലും നമുക്ക് കുറച്ച് ചെറിയുള്ളുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞാൻ 2 കൊണ്ടാട്ടം കൂടി പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലൊന്നേ ഞാൻ കഴിക്കുള്ളൂ. നല്ല എരിവില്ല.